എൻ്റെ കുട്ടിക്കാലത്ത് ആരെങ്കിലും എന്നെ നോക്കി ചിരിച്ചാൽ അവരെന്നെ കളിയാക്കി ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ഇത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥമാകുമായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കുമ്പോൾ നിനക്ക് വലിയ മുടിയില്ലല്ലോ, നീ എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ തടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് തെറി വിളിക്കുമ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥമാകും. പറഞ്ഞവരങ്ങ് പോകും. പക്ഷേ അവർ പറഞ്ഞ കാര്യം ഇങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ച് നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും ഒക്കെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അല്ലേ. ഇത് ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാണ്. നമ്മളിത് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല, നല്ലൊരു സിനിമ മനസ്സൊന്ന് കാണാൻ പറ്റില്ല, നല്ലൊരു പാട്ട് കേൾക്കാൻ പറ്റില്ല. ഇത് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ ആയിരുന്ന ഒരു സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ തൊട്ടാവാടിയാകുന്നതെന്ന്. തൊട്ടാവാടി അടുത്ത് പോയി വിടർന്ന് നിൽക്കുന്ന അതിൻ്റെ ഇലകളെ തൊടുമ്പോൾ അതങ്ങ് വാടിപ്പോവും. അത് നമുക്ക് കൗതുകമാണ്. നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അതിനെ പോയി തൊടും. അത് വാടും എണീക്കും. മനുഷ്യന് ഇതുപോലെ തന്നെയാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ വേദനകളും ഇല്ലായ്മകളും ദുഃഖങ്ങളും കാണാനും കേൾക്കാനും ഒക്കെ കൗതുകമാണ്. ഒന്ന് കുത്തിയാൽ വേദനിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പോയി കുത്തിക്കൊണ്ടിരിക്കും, കുത്തി നോവിക്കും. അവർ വേദനിക്കുന്നതും അസ്വസ്ഥമാകുന്നതും ഒക്കെ നമുക്കൊരു കൗതുകമാണ്. നമ്മൾ എന്തിനാണ് ഒരു തൊട്ടാവാടിയാകുന്നത്? തൊട്ടാവാടി ചെടി എന്തെങ്കിലും ഒരിക്കൽ തൊടുമ്പോൾ വാടുന്നില്ല എങ്കിൽ അതിനെ വീണ്ടും വീണ്ടും തൊടാൻ ആരും പോകില്ല. നമ്മളെ ആരെങ്കിലും ഇങ്ങനെ കുത്തി നോവിക്കാനും കളിയാക്കാനും ശ്രമിക്കുമ്പോൾ നമ്മൾ വാടാതിരുന്നാൽ, നമുക്ക് വേദനിക്കാതിരുന്നാൽ നമ്മളെ കുത്താനും തോണ്ടാനും ആരും വരില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയല്ല നമ്മൾ കുറ്റം പറയേണ്ടത്, നമ്മൾ സ്വയം മാറാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വിചാരിക്കുക നമ്മളെ വേദനിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നമുക്കറിയാം നമ്മൾ എന്താണെന്ന്. ഒരു ഫോട്ടോ എടുക്കാൻ വയർ ഒളിപ്പിക്കാൻ ചിലർ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. എനിക്ക് കുറവുകളുണ്ട്, വയറുണ്ട്, കഷണ്ടിയുണ്ട്, ഞാൻ തടിച്ചിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, കറുത്തിട്ടാണ്. അതിനെ ഞാൻ തന്നെ അംഗീകരിച്ച് കഴിഞ്ഞാൽ ആർക്കും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് പിന്നീട് ഇതിനെ മാറ്റാനും പറ്റില്ല. നമ്മൾ എന്താണോ അതാണ് നമ്മൾ നമ്മളായിട്ട് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ലല്ലോ, അത് അവരുടെ കുഴപ്പമാണ്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് ഭംഗിയായി ചെയ്യുക. തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതിരിക്കുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന തൃപ്തിയാണ് ഏറ്റവും പ്രധാനം. ആരും എന്തും പറയട്ടെ, നമ്മൾ ചെയ്യാനുള്ള ജോലി ഭംഗിയായി ചെയ്യുക. അപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞാലും മനസ്സിലാക്കുക, എനിക്കിത്രേ ചെയ്യാൻ പറ്റൂ, ഞാനത് ഭംഗിയായി ചെയ്തു. അവർ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മളെല്ലാത്തിനും പോയി മറുപടി പറയാൻ ശ്രമിക്കുമ്പോഴാണ് ആൾക്കാർ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നത്. നത്തിങ് ടു പ്രൂവ് എന്നല്ലേ പറയുക. അതിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ആരും നമ്മളെ വേദനിപ്പിക്കില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ജീവിതം നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റും. ഒരു പൊങ്ങുതടി ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഒഴുകി നടക്കുന്ന പോലെ ജീവിതത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. തുറക്കട്ടെ മനസ്സുകൾ.